ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ച് വ്യത്യാസം നിങ്ങൾക്ക് തോന്നാമായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിങ്ങനെ തൊണ്ട അടച്ചിരിക്കുന്ന സൗണ്ട്. സാധാരണ എൻ്റെ സൗണ്ടിനെക്കാട്ടിൽ എനിക്ക് അതാണ് ഇഷ്ടം. അപ്പം ഇത് നമുക്ക് നേരെ ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കാം കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് യെല്ലോ ടൂണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ് കേട്ടോ. ഇതിൻ്റെ മലയാളം എന്തോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ചൂര തന്നെയാണോ അതോ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന്, അതോ കേരയാണോ എന്നൊരു ഡൗട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ മീനെ കാണാൻ. നല്ല അലുവത്തുണ്ട് പോലിരുന്നു. അതിങ്ങനെ മുറിക്കാനും നല്ല എളുപ്പമായിരുന്നു. ഫ്രോസൺ അല്ലായിരുന്നു കേട്ടോ, ഫ്രഷ് ആയിരുന്നു. ആദ്യം തന്നെ ഫിഷെല്ലാം ഒന്ന് ഫസ്റ്റ് മസാലയൊക്കെ തേച്ചൊന്ന് പിടിപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണം ഉണ്ടാക്കുന്നത്. വളരെ എന്താ പറയുക, നാടൻ രീതി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, നാരങ്ങ നീര് അത്രയൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ മാരിനേഷനാണ്, വേറെ ആർഭാടങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കത്തി പുതുതായിട്ട് വാങ്ങിയതാണ് കേട്ടോ. സ്വിസ് ബ്രാൻഡിൻ്റെ ഒരു കത്തിയാണ്. നല്ല മൂർച്ചയാണ്. 3 എണ്ണം ഉണ്ട്. എൻ്റെ കത്തി നിങ്ങൾക്ക് അറിയാമല്ലോ, പഴയ ജാമ്പവാൻ്റെ കാലത്തെ ഒരു കത്തി എൻ്റെ കയ്യിലുണ്ട്. വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള ഒരു വാൾ പോലെ ഇരിക്കുന്ന കത്തി. എനിക്ക് തോന്നുന്നു ചേട്ടൻ അത് കണ്ട് ബോറടിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് സർപ്രൈസായിട്ട് വാങ്ങി തന്നതാണ് കേട്ടോ. അപ്പോൾ കത്തിയൊക്കെയാണ് സർപ്രൈസായിട്ട് തരുന്നത്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്നുണ്ട് വേറൊരു കത്തി മേടിക്കണമെന്ന്. മറ്റേത് ചിക്കനൊക്കെ കട്ട് ചെയ്യാൻ, ഫിഷൊക്കെ കട്ട് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ ഇത് വെജിറ്റബിളൊക്കെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്യാൻ ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ നല്ല മൂർച്ചയുണ്ട്. അതിൽ ഓൾറെഡി അവരുടെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ സൂക്ഷിച്ചോണമെന്ന്. പക്ഷേ ഞാനും എൻ്റെ കൈ മുറിച്ചായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മീൻ വറുത്തതും പിന്നെ അതുപോലെ ഒരു സിമ്പിളായിട്ടൊരു കറിയും കൂടെ ഉണ്ടാക്കുന്നത്. മുരിങ്ങയ്ക്ക ഇട്ടിട്ടുള്ള ഒരു ഈസി കറി കേട്ടോ. ഇതിൽ എളുപ്പത്തിൽ കറി വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇന്നെനിക്ക് വലിയ മൂഡൊന്നും തോന്നിയില്ല ഒരുപാട് കുക്ക് ചെയ്യാനൊന്നും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നാടൻ ചില കറികൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ മുരിങ്ങയ്ക്ക ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ അത് വെച്ചിട്ടാവാം ഇന്നത്തെ പരീക്ഷണം. അപ്പോൾ ഇതുപോലാണ് ബോക്സിനുള്ളിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടാണ് മുരിങ്ങയ്ക്ക ഫ്രിഡ്ജിനുള്ളിൽ വെക്കുന്നത്. ഫ്രീസറിലും ഇടാറുണ്ട് കേട്ടോ, ഒരുപാടുണ്ടെങ്കിൽ. കാരണം എല്ലാം കൂടെ നമ്മൾ എടുക്കില്ലല്ലോ. അപ്പോൾ ഒരു 3-4 എണ്ണം എടുത്ത്, കാരണം ഇവിടെ അധികം കിട്ടാറില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ മുരിങ്ങയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. വളരെ എളുപ്പമാണ്. ഇതിനകത്ത് പച്ചമുളക്, തക്കാളി, സവാള, മുരിങ്ങയ്ക്ക, കറിവേപ്പില അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്, എരിവുള്ള മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിനകത്ത് വേറെ പരിപ്പും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കുറവാണെങ്കിൽ നമ്മൾ ഇനി തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ, എന്നിട്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. എല്ലാം പ്രഷർ പോയതിന് ശേഷം വേണം തുറക്കാൻ. ചോറ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്തിട്ട് ഞാൻ ഇതുപോലെ തിളപ്പിച്ച് ഊറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്കല്ലാതെ കഴിക്കാൻ ഇഷ്ടമല്ല കുക്കറിൽ ഇങ്ങനെ വെള്ളം പറ്റിച്ച് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മീനൊക്കെ വറക്കാനിട്ടിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് തേങ്ങ മാത്രം അരച്ച് ചേർക്കുന്നുണ്ട്. അതിലേക്ക് വേറെ ഒന്നുമില്ല കേട്ടോ, തേങ്ങ മാത്രമേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കും, പക്ഷേ ഇരിക്കും തോറും അതിങ്ങനെ കുറുകി വരും കേട്ടോ. അതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കി വെക്കുക. രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും സെറ്റായിട്ടിരിക്കും. ഇതിലേക്ക് താളിച്ചും കൂടെ ഒഴിക്കണം. സാധാരണ കടുക്, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഒഴിച്ചിട്ട് താളിച്ച് വെക്കുക. എന്നിട്ട് ഉടനെ തന്നെ കുക്കറങ്ങ് അടച്ചങ്ങ് വെച്ചേര് കേട്ടോ. നമുക്ക് കഴിക്കുന്ന സമയമാകുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പം തന്നെ ഇത് കുറുകി നല്ല സെറ്റായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഒരിടം വരെ പോകുന്നുണ്ട്, എവിടെയാണെന്ന് പറയാം. അപ്പോൾ ഇനി ഫുഡൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കഴിച്ചിട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ലേറ്റായിട്ടാണ് കഴിക്കണത്. 12 മണിയാകുമ്പോഴേ എനിക്ക് നന്നായിട്ട് വിശക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വലിയ കാര്യമായിട്ട് കഴിക്കണില്ല, അതുകൊണ്ട്. അപ്പം ഞാൻ കറിയും എടുത്തു, മീൻ വറുത്തതും എടുത്തു കേട്ടോ. അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല നാടൻ കറി, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഞാൻ പോയിരുന്ന് സ്വസ്ഥമായിട്ട് ഇനി ഇരുന്ന് കഴിക്കട്ടെ കേട്ടോ. അവളെ കൊണ്ടായത് ശരി, ഓക്കെ. ഇത് ബെറ്റർ, ഫീൽസ് ബെറ്റർ. നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ച് കൊള്ളാം. പക്ഷെ ഗൊരില്ല വരുമ്പോൾ ഇത് ഫ്രണ്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ നീ ഷിക്കുട്ടിയുടെ ഹെയർ സ്റ്റൈലിനെയാണ് ഏട്ടൻ കളിയാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഗൊറില്ല വരും എന്നൊക്കെ പറഞ്ഞില്ല. അപ്പം നമ്മൾ പോകുന്ന സർക്കസ് കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ കിങ്ഡം ഓഫ് കോങ് എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കസ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ 20ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ കുറേ ഇടത്ത് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അവന്യൂയുടെ കാർ പാർക്കിങ്ങിലായിരുന്നു നമ്മൾ പോയതിൻ്റെ അന്നായിരുന്നു ലാസ്റ്റ് ഷോ ഇവിടുത്തെ. ഇവിടെ അവരുടെ ഷോ നടക്കുന്നുണ്ട് ഇവിടെ ഗ്ലാസ്ഗോയിൽ തന്നെ. ഒരാൾക്ക് 10 പൗണ്ടായിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത്. ചില സമയത്ത് ചില സൈറ്റിൽ മാറ്റങ്ങളുണ്ടാവും കേട്ടോ. ഇത് ടോയ്ലറ്റാണ് കേട്ടോ. അത് ടെമ്പററി ആയിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ് സർക്കസിൻ്റെ ആൾക്കാർ തന്നെ.
അപ്പോൾ ഇനി നമുക്കിനി അകത്തേക്ക് പോകാം. കയ്യിൽ ഇതുപോലൊരു ഇതടിച്ചു തരും, ഒരു സ്റ്റാമ്പ് പോലെ. അകത്ത് കയറിയപ്പം പുകയുടെ ഒരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ, അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിവാൻ്റെ ഫേവറേറ്റ് ഐറ്റം ഇതായിരുന്നു. കാരണം കണ്ണ് അടച്ചുകൊണ്ടാണ് അങ്ങനെ അതിൽ കൂടെ നടക്കുന്നത്. കണ്ണ് തുറന്നിട്ടേ നടക്കാൻ പറ്റില്ല, പിന്നാണ് കണ്ണ് അടച്ചിട്ട് ചെയ്യുന്ന ഈ അഭ്യാസങ്ങൾ. ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതല്ലേ. കിങ്കോങ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് ശരിക്കും സർപ്രൈസ് ആയിട്ടാണ് ആ സമയത്ത് വന്നത്, അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാവർക്കും. ഇത് ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത സമയത്തുണ്ടായിരുന്നു 30 ഫീറ്റ് കിങ്കോങ് ആണ് കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ബ്രേക്കാണ് കേട്ടോ. ഈ സമയത്ത് കിങ്കോങ്ങിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ആദ്യം അവർ 3-4 പേരെ ഫ്രീ ആയിട്ടൊക്കെ വിട്ടു. പിന്നെ എല്ലാവരുടെയും തിരക്ക് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കാശ് വെച്ചാൽ മുതലാവുമെന്ന്. അങ്ങനെ കാശ് മേടിച്ചിട്ടാണ് പിന്നെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചത്. അതിൻ്റെ ഇടയിൽ വശിക്കുട്ടി പോയിട്ട് പോപ്കോണൊക്കെ വാങ്ങിച്ചുകൊണ്ട്, പോപ്കോണൊക്കെ അന്യായ റേറ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു ജസ്റ്റ് ആ ഇരിക്കുന്ന ആ ഒരു കവറിന് 4 പോട്ടായിരുന്നു. ഞാൻ വശിക്കുട്ടി വഴക്കം പറഞ്ഞു, എന്തിനാണ് 2 വാങ്ങിച്ചത്. ആ മനസ്സിൽ പെട്ടെന്ന് ഈ പൗണ്ടിൽ നിന്ന് ഇന്ത്യൻ മണിയിലോട്ട് കാൽക്കുലേറ്റ് ആവുമല്ലോ, അപ്പോഴാണ് നമുക്ക് ചങ്കിടിക്കുന്നത്. ഇവരങ്ങനൊന്നും ചിന്തിക്കുന്നില്ലല്ലോ, അവർ ആ പൗണ്ട് മാത്രമാണ് വിചാരിച്ചത് വശിക്കുട്ടി. പിന്നെ അവരും ആ എക്സൈറ്റ്മെൻറ്റിൽ ഉള്ള ഒരു ഇൻട്രസ്റ്റിൽ വാങ്ങിക്കുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും നല്ല റേറ്റാണ്. ഈ പോപ്കോൺ എന്താ ഇത്ര റേറ്റ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു തിയേറ്ററിൽ പോയാലും ഒരു മോളിൽ പോയാലും എല്ലാം പോപ്കോൺ ഭയങ്കര റേറ്റാണ്. എന്നാൽ അല്ലാതെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സാധനമാണ്. ഈ ബൈക്ക് റൈഡ് അടിപൊളിയായിരുന്നു കേട്ടോ. 3 പെൺപിള്ളേരാണ് കേട്ടോ ആ ബൈക്ക് ഓടിച്ചത്. ആദ്യം ഒരാൾ വന്നു, പിന്നെ 2 ആളായി, 3 ആളായി. 3 പേരും കൂടെ ആ ഒരു ഇതിനകത്ത് കിടന്നിട്ട് നല്ല അടിപൊളി റൈഡായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു.
ഈ ഷോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചത് കേട്ടോ. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. വിവാൻകുട്ടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവന് പൊതുവെ ഇതുപോലത്തെ കാര്യങ്ങൾ സർക്കസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് കൂടെയാണ് വിചാരിച്ച് കൊണ്ടുപോയി കാണിക്കാന്ന്. സൂപ്പർ. വിവാൻ ഒരേ എക്സൈറ്റ്മെന്റ് ഇത്ര തന്നെ മാക്സിമം അവര് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. വിമാൻ ഒരേ ചാട്ടവും ഒരേ പാട്ടും കയ്യടിയും. വിമാൻ തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്ത്. നിങ്ങളുടെ സർക്കസ് ആണോ ഇവിടെ നടക്കുന്നത്? വർഷയുടെ സർക്കസ് ആണോ ഇവിടെ നടക്കുന്നത്? ചെയ്താ ഓക്കെ. അയ്യോ, വെള്ളമായിരിക്കും മൊത്തം, മഴ നനഞ്ഞത്. ഓ, വെള്ളം ചേർത്ത് വിട്ടാലോ കേട്ടാ അവരുടെ കൂട്ടത്തില്. ഇവിടെ കൂട്ടത്തിൽ ചേർത്ത് വിട്ടാലോ? ഉണ്ട്. ഇത് ഞാൻ കുൽഫി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. രാവിലെ അതും കൂടെ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പാല് കുറേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എക്സ്പയർ ഡേറ്റ് മുമ്പ് അത് തീർക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ച് കുൽഫി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ക്ലൈമറ്റും കൂടെ ആയിരുന്നു, നല്ല വെയിലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ക്രീമി ആയിപ്പോയി കേട്ടോ. ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അത് പക്ഷേ കൂടെ പറഞ്ഞു ഇത്രയും ക്രീം വേണ്ടായിരുന്നെന്ന്. അത് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നോക്കി കുറച്ച് ഒഴിക്കാമെന്ന്. സ്ഥിരമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കൊരു കണക്കൊക്കെ അറിയാമല്ലോ. ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ ഞാൻ ആപ്പത്തിന് അരയ്ക്കാൻ വേണ്ടി കുതിർത്തിട്ടതാണ് അരി കേട്ടോ. അപ്പോൾ എത്ര അങ്ങോട്ട് ഉണ്ടാക്കാൻ നോക്കുമ്പോഴും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ദോശക്കല്ലിൽ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ ആപ്പച്ചട്ടിയിൽ വരുമ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ സ്റ്റൗവിൻ്റെ പ്രശ്നമാണോ എന്നറിയത്തില്ല, കറക്റ്റ് ഈവനായിട്ട് അതിലേക്ക് ഹീറ്റ് വരുന്നില്ലെന്ന് തോന്നുന്നു. കാരണം നടുഭാഗം മാത്രം പെട്ടെന്ന് മൊരിയുന്നുണ്ട്, പക്ഷെ സൈഡൊന്നും അങ്ങോട്ട് ആവുന്നില്ല. ഇപ്പം ഗ്യാസിലാകുമ്പോൾ നന്നായിട്ട് തീ കത്തുമല്ലോ, അപ്പോൾ നമുക്ക് നന്നായിട്ട് മൊത്തത്തിൽ ഈവനായിട്ട് കുക്കായിട്ട് കിട്ടും. എന്തായാലും കുറേ ദിവസമായി അപ്പം ഉണ്ടാക്കിയിട്ട്, അപ്പം ഞാൻ വെച്ചാൽ എന്തായാലും ദോശക്കല്ലിലെങ്കിലും ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് പെർഫെക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് ഇപ്പം പൊതുവെ ഭയങ്കര മടിയാണ് അപ്പം ഉണ്ടാക്കാൻ. അപ്പം ഞാൻ അതിനെ ഒന്ന് അരച്ച് വെക്കുകയാണ്. മാവൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ മെഷർമെൻ്റൊക്കെ നോക്കി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അറിയത്തില്ല. അത് ഏട്ടനൊക്കെ ആണെങ്കിലും അങ്ങനെ മൊരിഞ്ഞ സൈഡൊക്കെ ഇരിക്കണം, അങ്ങനത്തെയാണ് ഇഷ്ടം. ഈ ദോശക്കല്ലിൽ ചുടുന്ന അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് കൂടുതലും ദോശ, ഇഡലി, പുട്ട് ഇതൊക്കെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ ചൂടാണെങ്കിൽ എനിക്ക് പുളിച്ചങ്ങോട്ട് പൊങ്ങി വരുമോ എന്നൊരു ഡൗട്ട് കാരണം ഞാൻ പിന്നെ ഓവനിനുള്ളിൽ തന്നെയാണ് വെക്കുന്നത്, ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി രാത്രിയിൽ എന്തുണ്ടാക്കണമെന്നുള്ളത് ഇനി ആലോചിക്കട്ടെ.